പ്രശാന്തട്ടാ എന്ത് പറ്റി? അല്ല, യുദ്ധം നടക്കുന്നത് കൊണ്ട് ഇപ്പൊ ആകെ ഫുള്ള് ഹോട്ടൽ ക്ലോസ് ചെയ്തു, അതുപോലെ ഗ്യാസ് വരുന്നില്ല എന്ന് പറയണു. ഇങ്ങനെ കുറെ പ്രോബ്ലംസ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് എങ്ങാനും ഫ്ലോപ്പ് ആവോ? നിനക്ക് ഇതിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ കാർഗിൽ വാർ നടന്നു. ആ സമയത്ത് മാർക്കറ്റ് ചെറുതായിട്ട് താഴെ പോയി. ഇനി വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ക്രൈസിസ് 2008 നടന്നു. അന്ന് BSE സെൻസെക്സ് 20,000 പോയിന്റിൽ നിന്നും 8,000 പോയിന്റിലേക്ക് താഴെ പോയി. ഇനി 2020 കൊറോണ വന്ന സമയത്ത് ഏകദേശം 42,000 പോയിന്റ് ഉണ്ടായിരുന്ന സെൻസെക്സ് 25,000 പോയിന്റിലേക്ക് എത്തി. പക്ഷെ 2 കൊല്ലത്തിനുള്ളിൽ സെൻസെക്സിന്റെ വാല്യൂ 60,000 പോയിന്റിലേക്ക് എത്തി. ഇന്നത് 80,000 മാർക്കിലെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വാറിൽ സമയങ്ങളിലും അതേപോലെ ഗ്ലോബൽ എക്കണോമിക് റിസഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് താഴെ പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരും പറയും മാർക്കറ്റിൽ ടൈമിംഗ് നോക്കിയിട്ട് എൻ്റർ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ മാർക്കറ്റ് ടൈമിംഗ് അല്ല. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അവിടെ ടൈമിംഗ് ഇൻ ദ മാർക്കറ്റിനാണ് പ്രാധാന്യം. മാർക്കറ്റിൽ എത്ര കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഹോൾഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് വെരി വെരി ഇമ്പോർട്ടൻസ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ആ ഒറ്റ വേർഡായിട്ടുള്ള ഉത്തരം ഇതാണ്: ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്നതിന് പകരം അഡീഷണൽ സേവിങ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസും പ്രതീക്ഷിക്കാം.